السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ ആദർശ ബന്ധുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ ഒത്തുചേരലും സംസാരവും സമയവിനിയോഗവുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അഥവാ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന ആദർശം, അല്ലാഹു അവതരിപ്പിച്ച പ്രമാണങ്ങളോട് എത്ര കണ്ട് നീതി പുലർത്തുന്നു എന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള കൃത്യമായ മാനദണ്ഡം എന്താണെന്നും ആ മാർഗത്തിലൂടെ തന്നെ ദീനിയായ കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറയുവാനുള്ള കാരണങ്ങൾ എന്ത് എന്നും പ്രമാണങ്ങളിലൂടെ വിശദമായി പ്രതിപാദിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ മൻഹജു സലഫ് അല്ലെങ്കിൽ സലഫി മൻഹജ് എന്ന് പറയുമ്പോൾ എന്താണ് സലഫി മൻഹജ് എന്നും എന്തിനാണ് സലഫി മൻഹജ് എന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലരൊക്കെ ധരിച്ചു വെച്ചിരുന്നത് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വിഭാഗത്തെ പുറത്താക്കുവാനും ആ മടവൂർ വിഭാഗത്തിന് എതിരായി നീങ്ങുവാനും ഒക്കെ പടച്ചുണ്ടാക്കിയ ഒരു ആയുധമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, ഇനിയും മൻഹജു സലഫ് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു, എന്തിനാണ് ഇനി അതിന്റെ ആവശ്യം, അവരൊക്കെ പിരിഞ്ഞു പോയില്ലേ? മർക്കസു ദഅവ ആസ്ഥാനമായി സ്വീകരിക്കുകയും ഹുസൈൻ മടവൂരിനെ നേതാവായി അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ KNM-ൽ നിന്ന് പുറത്തു പോയപ്പോൾ ഇനിയും എന്തിനാണ് മൻഹജു സലഫ് എന്ന് ചോദിക്കുന്ന ആളുകൾ വരെയും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ മൻഹജു സലഫ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാത്ത ഒരു പറ്റം ആളുകൾ നമ്മുടെ ഈ കേരളക്കരയിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിനോടൊപ്പം വളരെ ആസൂത്രിതമായി ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുജാഹിദുകളെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും കൊണ്ടുപോകുവാനുള്ള ആഗോളതലത്തിലുള്ള ഗൂഢശ്രമമാണ് എന്നും അതിന്റെ ഭാഗമായി ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗൾഫ് ഇറക്കുമതിയാണ് മൻഹജു സലഫ് എന്നുമൊക്കെ വിശദീകരിക്കുന്ന ആളുകൾ ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ് പോലെ
4 മദ്ഹബുകൾക്ക് അപ്പുറമായി 5ാമത്തെ ഒരു മദ്ഹബാണ് സലഫി മൻഹജ് എന്ന വിശദീകരണത്തിലൂടെ ആളുകൾ ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നും വിശദീകരിക്കാറുണ്ട്. ഇത്തരം പശ്ചാത്തലത്തിൽ എന്താണ് സലഫി മൻഹജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും എന്താണ് അത് പഠിക്കുന്നതിന്റെ ആവശ്യകത എന്നും നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നാണ് ആമുഖമായി എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഏതൊരു വിശ്വാസിയുടെയും ആദർശത്തിന്റെ കൃത്യത പരിശോധിക്കുവാനുള്ള കുറ്റമറ്റ മാർഗമാണ് വാസ്തവത്തിൽ മൻഹജു സലഫ് എന്നത്. മൻഹജു സലഫ് അല്ലെങ്കിൽ സലഫി മൻഹജ് എന്ന പേര് ഒരു പക്ഷേ ചില ആളുകൾക്കെങ്കിലും പുതുമയുള്ളതായി തോന്നുമെങ്കിലും മുൻഗാമികളുടെ മാർഗം എന്ന അതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ സലഫു സാലിഹ്യങ്ങളുടെ പാതയാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്ന ആശയം കേൾക്കുമ്പോൾ അതിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമക്കും അവകാശമില്ല, യാതൊരു തരത്തിലുള്ള എതിർപ്പുകളുമില്ല. എത്രത്തോളം എന്ന് പറയട്ടെ, രസാവഹമാണ് പല അനുഭവങ്ങളും. മൻഹജു സലഫ് എന്ന ടൈറ്റിലിൽ പരിപാടി നടക്കുകയാണെങ്കിൽ ആ പരിപാടി മുടക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെ പേരുമാറ്റി പൂർവികരുടെ പാത എന്ന് പറഞ്ഞാൽ എതിർപ്പില്ലാതെ സ്വീകരിക്കുന്ന ഒരവസ്ഥാ വിശേഷം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ പൂർവികരിലേക്ക് ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് പോലെ സലഫുകളോട് ബഹുമാനമില്ലാത്ത അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും സ്വഹാബത്തിനെയും താബിഈങ്ങളെയും ഇമാമിയങ്ങളെയും ഒന്നും ആദരിക്കാത്തവരും ബഹുമാനിക്കാത്തവരുമാണ് എന്ന വിമർശനത്തിന് യാതൊരുവിധ സ്ഥാനവുമില്ലാത്ത വിധം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ആദർശങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പേര് തന്നെയും സൂചിപ്പിക്കുന്നത് സലഫികൾ എന്നാണ്. അഥവാ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ ഏതെങ്കിലും ചില പ്രത്യേകമായ താല്പര്യങ്ങളിലേക്കോ ചേർത്തുകൊണ്ടല്ല, മറിച്ച് അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച സുന്നത്തും പൂർവികരായ സച്ചരിതർ ഏത് രൂപത്തിലാണോ മനസ്സിലാക്കിയത് ഉൾക്കൊണ്ടത് ആ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന കണിശത പുലർത്തുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ലോകത്തൊട്ടാകെ സലഫി ആദർശത്തിന്റെ വക്താക്കൾ അറിയപ്പെടുന്നത് സലഫികൾ എന്നാണ്. ഈ ആദർശത്തിന്റെ വ്യതിരിക്തതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പരിശുദ്ധ ഖുർആനും ഫോളോ ചെയ്യുന്ന അനുധാവനം ചെയ്യുന്ന അഹ്ലുസുന്നയുടെ യഥാർത്ഥ രീതിശാസ്ത്രമാണ്, അവരുടെ കൃത്യമായ ഒരു മെത്തഡോളജിയാണ് വാസ്തവത്തിൽ മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം, ആയത്തുകൾക്ക് എങ്ങനെയാണ് വിശദീകരണങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഏത് രൂപത്തിലെല്ലാം വ്യാഖ്യാനിക്കുവാൻ സാധിക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഒരു മാനദണ്ഡമാണ്, അളവുകോലാണ് വാസ്തവത്തിൽ അഹ്ലുസുന്ന ഇന്നേ വരെയും സ്വീകരിച്ചിട്ടുള്ള ഈ മാർഗരേഖ എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ എത്രയെത്ര സംഘടനകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദീനിയായ ഇസ്ലാമിന്റെ പേരിൽ തന്നെ, മതത്തിന്റെ പേരിൽ തന്നെയുള്ള 100 സംഘടനകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോരുത്തർക്കും അവരുടേതായ വീക്ഷണങ്ങളും ആശയങ്ങളും ഉണ്ട്. ആ ആശയങ്ങളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും ഒക്കെ വിശദീകരിച്ച് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ എല്ലാവർക്കും പറയുവാനുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ്. ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും സാധാരണക്കാരായ മനുഷ്യന്മാരാണ് നമ്മൾ എല്ലാവരും. പല ആളുകൾക്കും അത് വല്ലാത്ത വിഷമതകളും പ്രതിസന്ധികളും ഉണ്ടാക്കാറുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ അങ്ങാടിയിൽ നിന്ന് കേൾക്കുന്ന പ്രഭാഷണങ്ങളിൽ നിന്ന്, മതപ്രഭാഷണത്തിന്റെ പേരിൽ നടക്കുന്ന പ്രബോധനങ്ങളിൽ നിന്ന്, ഉത്ബോധനങ്ങളിൽ നിന്ന് കേൾക്കുവാൻ സാധിക്കും വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും വ്യത്യസ്തങ്ങളായ ആശയങ്ങളും. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ മുസ്ലിം സമൂഹത്തിൽ ഭൂരിഭാഗമായി അറിയപ്പെടുന്ന സമസ്തക്കാരുടെ അവസ്ഥ പരിശോധിച്ചാൽ അതിന് പറയുന്ന ന്യായം, ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താക്കൾ എന്ന് വിശദീകരിച്ചുകൊണ്ട് അവർ പറയും, കൊട്ടപ്പുറത്ത് വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമർത്ഥരായ
പ്രായോഗിക ബുദ്ധിയും പാണ്ഡിത്യവുമുള്ള പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ചോദിച്ചപ്പോൾ സമസ്തയെ അനുകൂലിക്കുന്ന നേതാക്കന്മാരിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു കൊടുത്തു, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിൽ വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഉദ്ധരിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്തു സുഹ്റുഫിലെ 45-ാമത്തെ വചനമാണ്. അതുമുതൽ ഇങ്ങോളം എല്ലാ കാലഘട്ടത്തിലും സഖാഫിമാരും അഹ്സനുമാരും ഒക്കെ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലാഹു അല്ലാത്ത മഹാന്മാരോട്, ഔലിയാക്കന്മാരോട്, തങ്ങന്മാരോട്, ബീവിമാരോട് ഇസ്തിഗാസ നടത്താൻ, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ബോധിപ്പിക്കുവാൻ, ചോദിക്കുവാൻ, ആവലാദികൾ ഉണർത്തുവാനും ബോധിപ്പിക്കുവാനും എല്ലാം ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞവർ ആയത്ത് ഉദ്ധരിക്കുകയാണ്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. പറയൂ പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്ത ആ ആയത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ആശയത്തിൽ നിന്ന് വിരുദ്ധമായി അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോവുകയാണ് മുസ്ലിയാക്കന്മാർ. അവർ പറയുന്നു, വസ്അൽ, ചോദിച്ചു നോക്കൂ എന്നല്ല പറഞ്ഞത്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുവാൻ പറയുന്നു. ആരോട് ചോദിക്കാൻ? അല്ലാഹുവിനോട് ചോദിക്കുവാനല്ല, മറിച്ച് മൻ അർസൽനാ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് നാം അയച്ച അമ്പിയാക്കന്മാരോട്, പ്രവാചകന്മാരോട്. ആ പ്രവാചകന്മാർ ജീവിച്ചിരിക്കുന്നവരല്ലല്ലോ, അവർ മരിച്ചുപോയ മഹാത്മാക്കളാണ്, മഹാന്മാരാണ്. അവരോട് ചോദിക്കുവാനാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് മരിച്ചവരോട് ചോദിക്കുന്നതിൽ അപാകതയില്ല. ഈ രീതിയിലേക്കാണ് മുസ്ലിയാക്കന്മാരുടെ ഗവേഷണങ്ങൾ കടന്നുപോയത്. അതേപോലെ തന്നെ ഖബർ കെട്ടിപ്പൊന്തിച്ച് അവിടെ മക്കാബുകളും ജാറങ്ങളും ഉണ്ടാക്കുവാനും അവിടങ്ങളിൽ ഉറൂസും ചന്ദനക്കൂട മഹോത്സവങ്ങളും സംഘടിപ്പിക്കുവാനുമെല്ലാം മുസ്ലിയാക്കന്മാർക്ക് ആയത്തുകളും ഹദീസുകളും തന്നെ തെളിവായി ഉദ്ധരിക്കുമ്പോൾ കൃത്യമായി നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുജാഹിദുകൾക്ക്, ഈ ആദർശം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു പുതിയ ആശയമായിട്ടല്ല, ഈ ആയത്തും നിങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസുകളുമെല്ലാം പഠിക്കുകയും പ്രബോധനം ചെയ്യുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്തവരായിരുന്നല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും. ആ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച താബീഈങ്ങളും അവരാരും ഈ ആയത്തിൽ നിന്ന് ഇങ്ങനെയൊന്ന് മനസ്സിലാക്കിയത്, ഈ ഹദീസിനെ ഇങ്ങനെയൊന്ന് വിശദീകരിച്ചത് നമുക്ക് കാണിച്ചു തരുവാൻ സാധിക്കുമോ? കാണുവാൻ സാധ്യമല്ല എങ്കിൽ ആ ആയത്തിന്റെയും ഹദീസിന്റെയും താല്പര്യം അങ്ങനെയല്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് പ്രമാണബദ്ധമായി മറുപടി കൊടുത്ത ആളുകളായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരും പണ്ഡിതന്മാരും. അങ്ങനെയുള്ള ആളുകൾക്ക് പൂർവികരുടെ ഈ പാത മൻഹജു സലഫ് എന്നത് ഒരു ഗൾഫ് ഇറക്കുമതിയാണ് എന്ന് പറയാൻ ഒരിക്കലും നീതിബോധമുണ്ടെങ്കിൽ സാധിക്കുകയില്ല. അതേപോലെ തന്നെ 5ാം മദ്ഹബാണ് ഇത് എന്ന് പറഞ്ഞ് അവഹേളിക്കുവാനും തള്ളിക്കളയുവാനും സാധിക്കുകയില്ല. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും കുറ്റമറ്റ രീതിയിൽ മനസ്സിലാക്കുവാനുള്ള അളവുകോലാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ സമസ്തക്കാർ ആകമാനം അവരുടെ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളും വിഭാഗീയതകളും എല്ലാം മറന്നുകൊണ്ട് ആവേശത്തോടുകൂടി നബിദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. മൗലീദ് പാരായണവും അതേപോലെ തന്നെ ധാരാളം ആഘോഷങ്ങളും പ്രഭാഷണങ്ങളും അതിന്റെ പേരിൽ നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ തന്നെയാണ് അവർ അതിന് തെളിവായി പറയാറ്. മൗലൂദുകൾ നടത്തുമ്പോൾ, മൗലൂദ് പാരായണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പ്രവാചകന്റെ അഭിദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു എന്ന പേരിൽ പലതരത്തിലുള്ള മദ്ഹുർ റസൂലും അതേപോലെ തന്നെ ഇഷ്കുർ റസൂലും എല്ലാം സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത്, മുജാഹിദുകൾ പറയുന്നത് പോലെയല്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളക്കണക്കിന് മൗലൂദുകൾ കാണുവാൻ സാധിക്കും. മഹാന്മാരായ അമ്പിയാക്കന്മാരെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്ത അധ്യായങ്ങൾ തന്നെ ഖുർആനിൽ കാണുവാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മാലകളെയും മൗലൂദുകളെയും വ്യാഖ്യാനിച്ച് ന്യായീകരിച്ച് നടക്കുന്ന ആളുകൾ പറയും, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ ആദരിച്ചുകൊണ്ട് അവരെ പുകഴ്ത്തിക്കൊണ്ട് അവരുടെ പേരിൽ സൂറത്തുകൾ ഇറക്കിയിട്ടുണ്ട്. സൂറത്ത് യൂനുസ് പരിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം
11-ാം അധ്യായം സൂറത്ത് ഹൂദ്, 12-ാം അധ്യായം സൂറത്ത് യൂസുഫ്. ഇങ്ങനെ പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകൾ പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ പറയും, ഇതാണ് ഞങ്ങൾക്ക് ഖുർആനിൽ നിന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് മാലകളും മൗലൂദുകളും അതേപോലെ തന്നെ റാത്തീബുകളും എല്ലാം സംഘടിപ്പിക്കുവാനുള്ള തെളിവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പോഴും നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് തെളിവ്? ഈ ആയത്തുകളും സൂറത്തുകളും കേട്ടുപഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്ത് മാതൃക കാണിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത് ആ ആയത്തുകൾ കേട്ടുപഠിച്ച സ്വഹാബികളിൽ ആരെങ്കിലും റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് പ്രവാചകന്റെ മൗലൂദുകൾ ചൊല്ലി പ്രവാചകനെ പ്രശംസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു രീതി നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഖുർആനിൽ അങ്ങനെ പല സൂറത്തുകളുമുണ്ട്. ആ സൂറത്തുകൾ മാലയുണ്ടാക്കുവാനും മൗലൂദ് പാരായണം ചെയ്യുവാനുമുള്ള രേഖയായി നമ്മൾ സ്വീകരിക്കണമെങ്കിൽ പൂർവികരുടെ മാതൃകയില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ അത്ഭുതകരമായ രസാവഹമായ പലതും നമ്മൾ ചെയ്യേണ്ടി വരുമെന്ന് മുജാഹിദ് പക്ഷത്തെ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ ഇന്നല്ല ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടക്കം മുതലേ ചോദിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സൂറത്തുൽ നംലുണ്ട് പരിശുദ്ധ ഖുർആനിൽ, സൂറത്തുൽ അൻകബൂത്ത് ഉണ്ട്, തേനീച്ചയുടെ പേരിൽ, ഉറുമ്പിന്റെ പേരിൽ, എട്ടുകാലിയുടെ പേരിൽ എല്ലാം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുകളുണ്ട്. അതുകൊണ്ട് എട്ടുകാലി മൗലൂദ് സംഘടിപ്പിക്കുവാൻ, ഉറുമ്പ് മൗലൂദ് ഉണ്ടാക്കുവാൻ, തേനീച്ച മൗലൂദ് പാരായണം ചെയ്യുവാൻ മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് വളരെ ഫലിത രൂപത്തിലാണെങ്കിലും അതേപോലെ തന്നെ ചിന്തിക്കുവാനും പഠിക്കുവാനുമുള്ള ആളുകളുടെ മനസ്സിലേക്കുള്ള ചോദ്യങ്ങളായി നമ്മൾ ഇട്ടുകൊടുക്കാറുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ധരിക്കുമ്പോൾ, ഒരു സൂറത്ത് മാർഗമായി സ്വീകരിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തെളിവായി പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ പറയുന്ന ഒരു ഹദീസ് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമെല്ലാം സ്ഥാനം പിടിച്ച വളരെ പ്രബലമായ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്. മുസ്ലിയാക്കന്മാർ റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് നടത്തുന്ന പ്രഭാഷണങ്ങളിൽ അവർ പറയും, അല്ലയോ സഹോദരങ്ങളെ, നിങ്ങൾ നമസ്കരിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾ നോമ്പെടുത്തിട്ടില്ലെങ്കിലും, ദീനിയായ പല ബാധ്യതകൾ ചെയ്തിട്ടില്ലെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കുന്ന മൗലൂദിലും അതേപോലെ തന്നെ നബിദിനാഘോഷങ്ങളിലും പങ്കുചേർന്നാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഒരു ഹദീസിനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് മുസ്ലിയാക്കന്മാർ അവതരിപ്പിക്കാറുണ്ട്. ഏതാണ് ആ ഹദീസ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിച്ചു, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എപ്പോഴാണ് അന്ത്യസമയം ഉണ്ടാവുക? മത്തസ്സാഅ, അന്ത്യദിനം എപ്പോഴാണ് പ്രവാചകരെ സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാദാ അഅദത്ത ലഹാ, ആ അന്ത്യദിനം എപ്പോൾ സംഭവിച്ചാലും എന്താണ് നീ അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ആ അന്ത്യദിനത്തെ സ്വീകരിക്കുവാൻ അത് നിന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ അന്ത്യദിനത്തെ നേരിടുവാൻ നീ എന്താണ് ഒരുക്കിയിട്ടുള്ളത്? ആ സന്ദർഭത്തിൽ ആ സ്വഹാബി പറഞ്ഞു, ലാ ശൈഅ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എടുത്തു പറയാനുള്ള കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ ആത്മാർത്ഥമായി അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. അതല്ലാത്തൊരു കാര്യം എനിക്ക് പ്രത്യേകമായി എടുത്തു പറയാനില്ല. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക മഅമൻ അഹ്ബബ്ത, എങ്കിൽ തീർച്ചയായും താങ്കൾ സത്യസന്ധമാണ്. ആ പ്രഖ്യാപനം നടത്തിയതെങ്കിൽ, സത്യസന്ധമായിട്ടാണ് അത് പറഞ്ഞതെങ്കിൽ, തീർച്ചയായും താങ്കൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത്, അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ഇഷ്ടപ്പെട്ടത്, അവരോടൊപ്പമായിരിക്കും, അഥവാ താങ്കൾ സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞ ഹദീസുകളാണ് മുസ്ലിയാക്കന്മാർ റബീഉൽ അവ്വൽ മാസത്തിലെ റാത്തീബുകളും മൗലൂദുകളും ഘോഷയാത്രകളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുവാൻ തെളിവായി ഉദ്ധരിക്കുവാറുള്ളത്. ഇതെല്ലാം ചെയ്യാത്ത ആളുകളെ അവർ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യും. ആ സന്ദർഭത്തിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്, ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഓതിക്കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ തന്റെ പേരിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കാൻ പ്രവാചകാനുചരന്മാർക്ക് അനുവാദം നൽകിയ, അവർ സംഘടിപ്പിച്ച
ആ പ്രവർത്തനങ്ങളിൽ പ്രവാചകൻ പങ്കുചേർന്ന് ഏതെങ്കിലും ഒരു അനുഭവം, ഏതെങ്കിലും ഒരു സംഭവം ഉദ്ധരിക്കുവാൻ സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയത്തുകളും ഹദീസുകളും കേട്ടുപഠിച്ച സ്വഹാബികളിൽ ആരെങ്കിലും റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകനെ സ്മരിച്ചുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും കർമ്മങ്ങളെക്കാൾ അല്പമൊന്ന് കൂടുതൽ അവർ ചൊല്ലിയിരുന്ന സ്വലാത്തിൽ ഒരല്പമൊന്ന് അധികരിപ്പിച്ചുകൊണ്ട് അവർ സദഖകളും ദാനധർമ്മങ്ങളുമായി നൽകിയിരുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ പ്രവാചകന്റെ ജന്മദിനത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് അതിന്റെ ഭാഗമായി ഒരു ദിർഹമെങ്കിലും ആ പേരിൽ ഒരു ദാനധർമ്മം ചെയ്തതായി, ഒരു കാരക്കുറ്റുളയെങ്കിലും അതിന്റെ പേരിൽ അവർ വിതരണം ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഇന്ന് വരെയും മുസ്ലിയാക്കന്മാർക്ക് മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹു അവതരിപ്പിച്ച ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. അതനുസരിച്ച് സ്വഹാബികൾ അത് ഉൾക്കൊള്ളുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നു. ആ മാർഗം സ്വീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലെങ്കിൽ, പ്രവാചകന്റെ അനുചരന്മാർ അത് പ്രയോഗവൽക്കരിച്ചിട്ടില്ലെങ്കിൽ, ആയത്തുകൾ ഉദ്ധരിച്ചാലും ഹദീസുകൾ എടുത്തു പറഞ്ഞാലും ആ ആയത്തുകളുടെയും ഹദീസുകളുടെയും താല്പര്യം അതല്ല എന്ന് മനസ്സിലാക്കാൻ ഏതൊരു വിശ്വാസിക്കും, ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിലാണ് മൻഹജു സലഫ് അഥവാ പൂർവികരുടെ പാത. അതനുസരിച്ച് വേണം ദീൻ ഉൾക്കൊള്ളുവാൻ എന്ന ആശയം നമ്മൾ വിശദീകരിക്കാറ്. ജമാഅത്തെ ഇസ്ലാമിക്കാരോടും അവരുടെ പ്രവർത്തനങ്ങളിലും നയങ്ങളിലും ആകൃഷ്ടരായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയ മടവൂർ വിഭാഗത്തോട് നമ്മൾ പറയാറുണ്ട്, എല്ലാ സന്ദർഭത്തിലും അവർക്കുണ്ടായ വിഭാഗീയതയും അപജയവും മാർഗഭ്രംശവും മൻഹജു സലഫ് എന്ന കൃത്യമായ ഈ മാനദണ്ഡം ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ, അനുധാവനം ചെയ്യുന്ന വിഷയത്തിൽ അവർക്ക് പറ്റിയ പിഴവാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ദഅവത്തിന്റെ മുൻഗണനാക്രമം ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ പേരിൽ വളരെയധികം അഭിമാനിക്കുകയും ആ പേര് സ്വീകരിക്കുകയും ആ മാർഗത്തിലാണ് തങ്ങളെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ മാർഗം അവഗണിച്ചപ്പോൾ, അതിനെ കൈയൊഴിച്ചപ്പോൾ ദഅവത്തിന്റെ മുൻഗണനാക്രമം അട്ടിമറിക്കേണ്ടി വന്നു. പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും പറയപ്പെട്ട പ്രവാചകന്മാരുടെ മുൻഗണനാക്രമം കൊണ്ട് ദഅവത്തിന് ഏത് കാലഘട്ടത്തിൽ കടന്നു വന്ന പ്രവാചകന്മാരും വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളെ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളിലുമെല്ലാം ചെയ്ത ദഅവത്തിന്റെ ഒരു കൃത്യമായ മാർഗരേഖ നമുക്ക് കാണുവാൻ സാധിക്കും. വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളെ അഭിമുഖീകരിച്ച എല്ലാ പ്രവാചകന്മാരും അവരുടെ ദഅവത്തിന്റെ ഏറ്റവും ഉന്നതമായ വിഷയമായി തൗഹീദായിരുന്നു ഉൾക്കൊണ്ടത് എന്ന കാര്യം ആർക്കും സംശയമില്ലാത്ത വിധം പ്രമാണങ്ങളിലൂടെ തെളിഞ്ഞു നിൽക്കുന്ന സംഗതിയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ തൗഹീദ് പറയുവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് സ്വന്തം താല്പര്യവും യുക്തിയും അനുസരിച്ച് പ്രബോധന പ്രവർത്തനങ്ങളുടെ മുൻഗണനാക്രമം തെറ്റിച്ച ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആയത്തുകളെയും ഹദീസുകളെയും മനസ്സിലാക്കേണ്ട രൂപത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയും ആദർശങ്ങളെയും മനസ്സിലാക്കുവാനുള്ള കുറ്റമറ്റ ഈ മാർഗരേഖ, ഈ മാനദണ്ഡം അവലംബിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് ചോദിക്കേണ്ടത് വന്നത്. ധാരാളക്കണക്കിന് പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദ് പറഞ്ഞോ എന്നൊരു ചോദ്യം ആ ആളുകളുടെ നാവിൽ നമുക്ക് കേൾക്കേണ്ടി വന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദ് പറഞ്ഞൊരായത്തെങ്കിലും ഉദ്ധരിക്കുവാൻ സാധിക്കുമോ എന്ന് അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും ചോദിക്കുവാനുള്ള കാരണം ആ ആയത്തുകളെയും ഹദീസുകളെയും പ്രയോഗവൽക്കരിച്ച് കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും നടപടിക്രമങ്ങൾ, മാർഗങ്ങൾ ഉൾക്കൊള്ളാത്ത തിക്തഫലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് സുന്നത്തുകളെ അവമതിക്കുവാൻ, അവഹേളിക്കുവാൻ, അതിനെ കൊച്ചായി പുച്ഛത്തോടുകൂടി കാണുവാനും സംസാരിക്കുവാനും അവരെ പ്രേരിപ്പിച്ചത്. മുജാഹിദ് വിഭാഗത്തിൽ തെറ്റിപ്പോയ മടവൂർ വിഭാഗത്തെ സംബന്ധിച്ചായിരുന്നാലും ജമാഅത്തെ ഇസ്ലാമിക്കാരെ സംബന്ധിച്ചായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൃത്യമായ സുന്നത്ത് അനുധാവനം ചെയ്യുന്ന ആളുകളോട് ഒരു പുച്ഛവും ഒരു പരിഹാസ മനോഭാവവുമാണ് ഉണ്ടാകാറുള്ളത്. അവർ എഴുതിയില്ലേ, മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട് മുജാഹിദുകളെ അവഹേളിച്ചുകൊണ്ട് സലഫി മുത്തശദ്ദിദുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച് പരിചയപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം ഹദീസുകളെ പുച്ഛിച്ച് കളിയാക്കി തള്ളിക്കൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇസ്റത്തുൽ മുഅ്മിനി ഇലാ അൻസാഫി സാഖിഹിം, വിശ്വാസികളായ പുരുഷന്മാരുടെ വസ്ത്രം അവർ മുണ്ടുടുക്കുകയാണെങ്കിൽ അവർ ധരിക്കുന്ന വസ്ത്രം അത് മുട്ടുകാലിന്റെയും അതേപോലെ തന്നെ നെരിയാണിയുടെയും അഥവാ മുഴങ്കാലിന്റെ പകുതി വരെയുമാണ് വരേണ്ടത്. അത് പരമാവധി പോയാൽ നെരിയാണി വരെയും പോകാം, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് വസ്ത്രധാരണ രീതിയിൽ വിശദീകരിച്ച് പഠിപ്പിച്ച ആ ആശയം അത് അക്ഷരം പ്രതി സ്വീകരിച്ച ആളുകളെ നോക്കിക്കൊണ്ട് സലഫി മുതശദ്ദിദുകൾ എന്ന് ആക്ഷേപിച്ച ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരിഹസിക്കുകയും അവഹേളിക്കുകയുമാണ് ചെയ്തത്. അതേപോലെ തന്നെ ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങൾ ഈ സലഫി മുതശദ്ദിദുകളുടെ അടയാളങ്ങളാണ്, ലക്ഷണങ്ങളാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെയാണ് അവരും അവഹേളിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലും ഒരു ഫാറൂഖി സംസാരിച്ചില്ലേ, ഇസ്ലാമിന്റെ ഉലൂവ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ കാട്ടിക്കൂട്ടുന്ന അതിര് വിട്ടുപോകുന്ന അതിര് കവിച്ചതിനെ സംബന്ധിച്ച് അനുഷ്ഠാന തീവ്രതയെ സംബന്ധിച്ച് സംസാരിച്ച ആളുകൾക്ക് താടിയുടെ നീളമില്ല, അവർക്ക് താടി വെട്ടിച്ചുരുക്കണമെന്ന് താല്പര്യമാണ്. വസ്ത്രം നെരിയാടിക്ക് താഴെ ഇറങ്ങിയാലും കുഴപ്പമില്ല, അത് മേലേക്ക് കയറിയാൽ ഹദീസിൽ വന്നതുപോലെ വസ്ത്രം ധരിച്ചാൽ അത് ഗുലൂവാണ്, തശദ്ദുദാണ്, തീവ്രതയാണ്, മതത്തിൽ പരിധിവിടലാണ് എന്നെല്ലാം ആക്ഷേപിക്കുന്ന ആളുകൾ സലഫി മൻഹജ് എന്ന കൃത്യമായ മാർഗം പഠിക്കുകയും പിൻപറ്റുകയും ചെയ്യാത്തത് കൊണ്ട് സംഭവിച്ച അബദ്ധവും അപജയവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇതേപോലെ തന്നെ ബിദ്അത്തുകളോടുള്ള ഉദാര സമീപനം ആളുകൾക്കിടയിൽ, വ്യത്യസ്തങ്ങളായ കക്ഷികൾക്കിടയിൽ, ആളുകൾക്കിടയിൽ, പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കാണിച്ച ആ മാർഗം എന്തിന് ഞങ്ങൾ സ്വീകരിക്കണമെന്ന് ചോദിക്കുകയും വിമർശിക്കുകയും ചെയ്തതിന്റെ ഫലമായി ശരിയായ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന്, സുന്ദരമായ പാതയിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീം, വളവുകളില്ലാത്ത വക്രതയില്ലാത്ത നേരായ പാതയിൽ നിന്ന് അവർ ബഹുദൂരം പിഴച്ചു പോവുകയാണ് ചെയ്തത്. തങ്ങളുടെ അറിവിനും ബുദ്ധിക്കും നിരക്കാത്ത പ്രമാണങ്ങളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തുകൊണ്ട് ധാരാളം ഹദീസുകളെ അവഹേളിക്കുകയും നിഷേധിക്കുകയും ചെയ്ത അവസ്ഥയും ഉണ്ടായത് മറ്റൊന്നുകൊണ്ടായിരുന്നില്ല. ഓണവും ക്രിസ്തുമസും അതേപോലെയുള്ള ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ അവരുമായി ഒട്ടുനിൽക്കുവാനും അതുമായി സഹകരിച്ചുകൊണ്ട് അതിൽ പങ്കുചേരുവാനും ഒരു വിഭാഗം ആളുകളെ എന്തുകൊണ്ട് പ്രേരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തന്ന ഈ കുറ്റമറ്റ മാർഗം സ്വീകരിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ ചോദിക്കും, ഇത്തരം ആളുകളെ നമ്മൾ കൃത്യമായി നേരിട്ടത്, അവർക്കുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്, ദീനിയായ പ്രമാണങ്ങളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ സലഫി മൻഹജ് എന്ന കൃത്യമായ മാനദണ്ഡം വെച്ചുകൊണ്ടായിരുന്നു വിശദീകരിച്ചു കൊടുത്തത്. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതുപോലെ മിനല്ലാഹി അർരിസാല, അല്ലാഹു അവന്റെ സന്ദേശം അവതരിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങളും ഇസ്ലാമിന്റെ ആദർശവും അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള സന്ദേശങ്ങളാണ്. വഅലർ റസൂലി അൽ ബലാഗ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് എത്തിച്ചു തരിക എന്ന ചുമതലയാണ്, ബാധ്യതയാണുള്ളത്. ആ പ്രവാചകൻ അതിൽ ഒന്നുപോലും മറച്ചു വെക്കാതെ, യാതൊന്നും കൂട്ടിച്ചേർക്കാതെ, വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അത് നമ്മളിലേക്ക് എത്തിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. വഅലൈന തസ്ലീം, ഇനി വിശ്വാസികളായ നമുക്ക് ബാധ്യതയായിട്ടുള്ളത് മതം എന്തു പറയുന്നു, പ്രമാണങ്ങളിൽ എന്താണുള്ളത് എന്ന് പഠിച്ചറിയുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ശിഹാബ് സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. ഇതേ കാര്യം തന്നെയാണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത്. സലഫി മൻഹജ് എന്ന വിഷയകമായി മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഇയ്യാകും വൽ ബിദ്അ, നിങ്ങൾ പുത്തൻ ആചാരങ്ങളെയും പുത്തൻ ആശയങ്ങളെയും കരുതിയിരിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഖീല, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ അബ്ദില്ലാ വമൽ ബിദ്അ, എന്താണ് പുത്തനാചാരം, ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലയോ മാലിക്, ഇമാം മാലിക്കിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുനിയത്തിലൂടെ യാ അബാ അബ്ദില്ല, അല്ലയോ അബൂ അബ്ദില്ല, അബ്ദുള്ളയുടെ ബാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അഹ്ലുൽ ബിദ്അല്ലദീന യതകല്ലമൂന ഫീ അസ്മാഇല്ലാ വസിഫാതിഹി, അല്ലാഹുവിന്റെ നാമങ്ങളിലും
അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും സ്വന്തമായ താല്പര്യങ്ങൾ വെച്ച് സംസാരിക്കുന്ന ആളുകൾ, അവരാണ് ബിദ്അത്തിന്റെ ആളുകൾ. വകലാമിഹി വഇൽമിഹി വഖുദ്റതിഹി, അള്ളാഹുവിന്റെ വാചകങ്ങളിൽ അഥവാ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാകുന്ന കലാമിൽ സ്വന്തമായ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകുന്ന ആളുകൾ. വഇൽമിഹി വഖുദ്റതിഹി, അള്ളാഹുവിന്റെ ഇൽമിനെയും അള്ളാഹുവിന്റെ ഖലാഇനെയും ഖദറിനെയും സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്ന് പരിശോധിക്കാതെ, സ്വഹാബികൾ വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുത്തത് എന്താണ് എന്ന് വിലയിരുത്താതെ, തിരിഞ്ഞു നോക്കാതെ സ്വന്തമായി സംസാരിക്കുന്ന ആളുകൾ. വലാ യസ്കുതൂന അമ്മാ സകത അൻഹു സ്വഹാബ വത്താബിഊന ലഹും ബിഇഹ്സാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും അവരെ നന്മയിൽ പിന്തുടർന്ന താബിഈങ്ങളും എന്ത് സംസാരിച്ചോ അത് സംസാരിക്കുകയും എവിടെ അവർ മൗനം ദീക്ഷിച്ചോ ആ മാർഗങ്ങളിൽ മൗനം ദീക്ഷിക്കാതെ, മിണ്ടാതിരിക്കാതെ വാചാലമായി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്ത ആളുകൾ, അവരാണ് ബിദ്അത്തിന്റെ ആളുകൾ. മറിച്ച് സുന്നത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അവിടെ പറയേണ്ടത് പറയുകയും ചെയ്യുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പറയാതെ മൗനം ദീക്ഷിച്ച സംഗതികൾ മിണ്ടാതിരിക്കുക എന്ന മാന്യമായ വാചാലമായ മൗനം, പണ്ഡിതോചിതമായ മൗനം, അതാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ദേഹേച്ഛകൾക്കനുസരിച്ച്, സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച്, സ്വന്തം ബുദ്ധിയും യുക്തിയും അനുസരിച്ച് പ്രമാണങ്ങളെയും ദീനിനെയും വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ബിദ്അത്തിന്റെ ആളുകളാണ് എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇത് നമ്മൾ കേൾക്കുന്നു. പ്രമാണങ്ങളില്ലാത്ത ചോദ്യങ്ങൾ, പ്രമാണബദ്ധമല്ലാത്ത, വിശ്വാസികൾക്കിടയിൽ തർക്കമുണ്ടാക്കേണ്ടതില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുകയാണ് പല ആളുകളും, പല മുസ്ലിയാക്കന്മാരും. പുഴക്കരയിൽ ജിന്നുണ്ട് എന്ന് സങ്കല്പിച്ച് ആ ജിന്നിനോട് ചോദിച്ചാൽ എന്തായിരിക്കും എന്ന്, അതേപോലെ തന്നെ റഖീബ് അതീദ് പോലെയുള്ള മലക്കുകളോട്, അതേപോലെയുള്ള അള്ളാഹുവിന്റെ മലക്കുകളായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള മലക്കുകളോട് എന്തെങ്കിലും ചോദിക്കുവാൻ പറ്റുമോ? ആ ചോദിച്ചാൽ എന്താകും? എന്റെ വിഷയമല്ലാതെ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോവുകയല്ല. ഞാൻ സൂചിപ്പിച്ചത് സ്വഹാബികൾ ചോദിക്കാത്ത, താബിഈങ്ങൾ ചർച്ച ചെയ്യാത്ത ആ മേഖലകളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അതിൽ നന്മയുണ്ടായിരുന്നുവെങ്കിൽ അവർ അത് വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് പൂർവികരായ ഇമാമിയങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഏത് കാലഘട്ടത്തിലെയും വിഭാഗീയതയും ഛിദ്രതയും, ഏത് കാലഘട്ടത്തിലെയും ഡീവിയേഷനുകൾ, വ്യതിയാനങ്ങൾ നമ്മൾ പരിശോധിക്കുവാൻ മെനക്കെടുകയാണെങ്കിൽ മൻഹജിൽ നിന്നുള്ള അകലമാണതിന്റെ കാര്യമായ കാരണം എന്ന് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. ബിദ്ഈ കക്ഷികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായ ബിദ്അത്തിന്റെ വിഭാഗങ്ങൾ എന്തുകൊണ്ട് രൂപപ്പെട്ടു എന്ന് പരിശോധിക്കുമ്പോൾ അവർ ആയത്തുകൾ സ്വീകരിക്കാത്തത് കൊണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തള്ളിക്കളഞ്ഞത് കൊണ്ടോ അല്ല. വാസ്തവത്തിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ് തങ്ങളെന്ന് തന്നെ പറയുകയും എന്നാൽ അതിന്റെ ശരിയായ ആശയങ്ങൾ പിൻപറ്റുന്ന വിഷയത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറല്ലാതെ, സലഫുകളുടെ മാർഗം അവലംബിക്കുവാൻ തയ്യാറല്ലാതെ വന്നപ്പോൾ മറ്റൊരർത്ഥത്തിൽ ആ ഖുർആനിനെയും ഹദീസിനെയും തള്ളുക തന്നെയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഏതൊരു കാലഘട്ടത്തിലെയും ബിദ്ഈ പ്രസ്ഥാനങ്ങളുടെയും പുത്തൻ ആശയങ്ങളുടെയും പൊതുവായ ചരിത്രം നമ്മൾ പരിശോധിക്കുവാൻ തയ്യാറായാൽ ഇസ്ലാമിക സമൂഹത്തിൽ ഒന്നാമതായി ഉദയം ചെയ്ത ബിദ്ഈ കക്ഷിയാണ് ഖവാരിജികൾ എന്ന് കാണുവാൻ സാധിക്കും. ആ ഖവാരിജികളുടെ വിശ്വാസവും അവരുടെ മാനദണ്ഡവും നമ്മൾ പരിശോധിക്കുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ ബിദ്ഈ കക്ഷികളുടെയും ഒരേ ഒരു രീതി, സമാനമായ തുല്യമായ ഒരു രീതി, ഖുർആനിന്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സലഫുകൾ വിശദീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത മാർഗങ്ങൾ അവഗണിച്ചുകൊണ്ട് സ്വന്തമായ രീതിശാസ്ത്രം സ്വീകരിക്കുകയും സ്വന്തമായ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തു തന്നെയാണ് എന്ന് കാണുവാൻ സാധിക്കും. സ്വഹാബികൾ കാഫിറാക്കിയില്ലേ ഖവാരിജികൾ? മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുമെല്ലാം കാഫിറുകളാണ് എന്നാണ് ഖവാരിജികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് ഹദീസാണ്. അവർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
ഇദൽ തഖൽ മുസ്ലിമാൻ, രണ്ട് വിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ ബിസൈഫൈഹിമാ, അവരുടെ ആയുധം കൊണ്ട്. സത്യവിശ്വാസികൾ പരസ്പരം ആയുധമെടുത്താൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും കാഫിറാണ്, അവർ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു എന്നാണ് ഖവാരിജകൾക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫർ, വിശ്വാസികളെ ചീത്ത പറയുക എന്നത് തെമ്മാടിത്തമാണ്, അധർമ്മമാണ്. അവരുമായി ആയുധമെടുത്തുകൊണ്ട് പോരാടുക എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. അതുകൊണ്ട് അലിയും മുആവിയയും വാളെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അലിയും ആയിഷയും വാളെടുത്തിട്ടുണ്ട്. അവരെല്ലാം ഇസ്ലാമിക വൃത്തത്തിൽ പ്രമാണങ്ങളിലൂടെ നോക്കിയാൽ ഇസ്ലാമിന്റെ പുറത്താണ്, കാഫിറുകളാണ് എന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ധാരാളക്കണക്കിന് ഹദീസുകളെ അവർ തള്ളിക്കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച ഏറ്റവും ഉന്നതരായ വിശ്വാസികളായിരുന്നു അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽ പേരെടുത്തു പറഞ്ഞ ആ സ്വഹാബികൾ. പക്ഷേ ആ സ്വഹാബികളെയും കാഫിറാക്കാൻ അവർക്ക് തുണയായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അനുവർത്തിച്ച ആ കുറ്റമറ്റ മൻഹജ് സ്വീകരിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരന്മാരെ, ആധുനിക കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ പുതിയ പുതിയ ആശയങ്ങളുമായി കടന്നു വരുന്ന നവമടവൂരികൾ എന്ന് നാം പേരിട്ട് വിളിക്കുന്ന ഈ പുത്തൻ ആശയങ്ങളുടെ ആളുകളെയും വിലയിരുത്തുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, എന്താണ് ഇവർക്ക് പറ്റിയ തകരാറ്, എന്താണ് ഇവർക്ക് പറ്റിയ അപജയം. മൻഹജുസ് സലഫ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ തയ്യാറാകാതെ, എന്തായിരുന്നു മൻഹജുസ് സലഫ്, അതിന്റെ ആധികാരികത എന്ത്, അതിന്റെ പ്രത്യേകത എന്ത്, എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കണമെന്ന് പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഒരു 10 കാലം ആ വിഷയം വിശദീകരിച്ചപ്പോഴും അതിന് കാതുകൊടുക്കാതെ, അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും തയ്യാറാകാതെ മടവൂരികൾ വേർപിരിഞ്ഞു പോയപ്പോൾ മാതൃസംഘടനയോടൊപ്പം ചേർന്ന് നിൽക്കാം എന്ന് വിചാരിച്ചു. മറ്റു പല വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങൾ കാരണമായും മുജാഹിദ് KNM-നോടൊപ്പം നിന്ന ആളുകൾ, മടവൂർ വിഭാഗത്തിനോടൊപ്പം പോകാതെ നിന്ന ആളുകൾ, അവരാണ് ഇന്ന് ഈ കാണുന്ന സകല ഫിത്നകൾക്കും കാരണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അധികപ്പറ്റാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് മുജാഹിദുകൾ വേർപിരിഞ്ഞു പോയപ്പോൾ അവരുടെ കൂടെ പോകാതിരുന്നത്? ഏതെങ്കിലും വ്യക്തികളോടുള്ള അകൽച്ചയും അടുപ്പവുമായിരിക്കും. അതല്ലെങ്കിൽ വിഷയം എന്തായിരുന്നാലും സംഘടന പിളരുമ്പോൾ മാതൃസംഘടനയോടല്ല ചേർന്ന് നിൽക്കേണ്ടത് എന്നൊരു ന്യായം പറഞ്ഞുകൊണ്ടായിരിക്കും പല ആളുകളും KNM-ന്റെ കൂടെ നിന്നത്. ആ സന്ദർഭത്തിൽ പോലും എന്താണ് മൻഹജുസ് സലഫ് എന്ന് മനസ്സിലാക്കാൻ തയ്യാറായില്ല. മടവൂർ വിഭാഗവും ഔദ്യോഗിക വിഭാഗവും തമ്മിലുള്ള കാര്യമായ പ്രശ്നം എന്താണ്, ആദർശപരമായ വിഷയങ്ങൾ എന്താണ് എന്ന് പഠിക്കാൻ തയ്യാറാകാതിരുന്ന ആളുകൾ ഇപ്പോൾ പഴയ മടവൂരിസം പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ നവമടവൂരികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അഥവാ മടവൂരികളുടെ ആശയങ്ങൾ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നവരെന്ന് അവഹേളിക്കുവാനും അപഹസിക്കുവാനും പരിഹസിക്കുവാനും വേണ്ടി ഞാൻ പറഞ്ഞതല്ല, മറിച്ച് ഈ സന്ദർഭത്തിലെങ്കിലും മൻഹജുസ് സലഫ് എന്താണ് എന്നും എന്തുകൊണ്ടാണ് സലഫുകളുടെ മാർഗം സ്വീകരിക്കണമെന്ന് നമ്മൾ പറയുന്നത് എന്ന് ആത്മാർത്ഥമായി ഇനിയെങ്കിലും നമ്മൾ പഠിക്കണമെന്ന ഒരൊറ്റ സതുദ്ദേശം മാത്രമേ എന്റെ വാക്കുകൾക്ക് പിന്നിലുള്ളൂ. അതുകൊണ്ട് വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഏതാനും ചില സംഗതികൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് സലഫുകളുടെ മാർഗം സ്വീകരിക്കണമെന്ന് നമ്മൾ പറയുന്നത്? മൻഹജുസ് സലഫ് ഫോളോ ചെയ്യണം എന്ന് പറയാനുള്ള കാര്യം എന്താണ്? അവരും മനുഷ്യരല്ലേ? ചോദിക്കാറുണ്ട് ആളുകൾ. സ്വഹാബികൾ ആരും മഅ്സൂമിയങ്ങളല്ലോ, അവർക്ക് തെറ്റുപറ്റിക്കൂടെ? ഖുർആനും ഹദീസും സലഫുകളുടെ മാർഗത്തിന് എന്തെങ്കിലും പ്രത്യേകതകളും മഹത്വവും കൽപ്പിച്ചിട്ടുണ്ടോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. ആ ചോദ്യത്തെ നമ്മൾ വിമർശന ബുദ്ധിയോടെ കൂടിയല്ല, വിഷയങ്ങൾ പഠിക്കുവാനുള്ള രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ചെറിയൊരു വിശദീകരണം നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനസ്സിലാക്കണം എന്ന് നമ്മൾ പറയുവാനുള്ള കാരണം? ഏതെങ്കിലും സുല്ലമിമാർ വിശദീകരിച്ചതുപോലെയല്ല ദീൻ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും മൗലവിമാർ പറഞ്ഞു തരുന്നത് പോലെയല്ല ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പൊതുവായി സ്വീകരിച്ചു വന്ന ഒരു രീതിയുണ്ടെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം, സഹോദരന്മാരെ കുറിച്ചു വച്ചോ,
ഹും ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹബത്തി നബിയിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാകാൻ അല്ലാഹു തെരഞ്ഞെടുത്ത മഹാന്മാരാണ്, അതീവ ഭാഗ്യശാലികളാണ് സ്വഹാബികൾ എന്നുള്ളത് കൊണ്ട് ഒരു സുല്ലമിക്കും ഒരു ഫാറൂഖിക്കും ഇല്ലാത്ത പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനുണ്ട്. 48-ാം അധ്യായം സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ ആയത്ത് ഞാൻ സൂചിപ്പിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തു പറഞ്ഞതിനു ശേഷം ആ പ്രവാചകന്റെ അനുചരന്മാരെയും പ്രശംസിച്ചു പറയുകയാണ് അല്ലാഹു. ദാലിക മസലുഹും ഫിത് തൗറാത്ത് വമസലുഹും ഫിൽ ഇൻജീൽ. ആ പ്രവാചകനെയും പ്രവാചക അനുചരന്മാരെയും അവർ ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു അവതരിപ്പിച്ച തൗറാത്തിൽ അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥത്തിൽ, അതിനുശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ ഇൻജീലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു റിവായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്. അള്ളാഹു അവന്റെ അടിമകളിലേക്ക് നോക്കി, അള്ളാഹു അവന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. فوجد قلب محمد صلى الله عليه وسلم خير قلوب العباد. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ മനസ്സ്, ശുദ്ധമായ ഹൃദയം മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയമാണ് എന്ന് അല്ലാഹു അറിഞ്ഞു. ഫസ്തഫാഹു ലിനഫ്സിഹി. അങ്ങനെ തന്റെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ ഖലീലും തന്റെ ഹബീബും ഖാതമുൻ നബിയീൻ അന്റെ പ്രവാചകനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഫബ്തഅസഹു ബിരിസാലത്തിഹി. തന്റെ സന്ദേശവുമായി ആ പ്രവാചകനെ അല്ലാഹു പറഞ്ഞയച്ചു. ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുദ്ധമായ മനസ്സിന് ശേഷം, വിശുദ്ധമായ ഹൃദയത്തിന് ശേഷം ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകൾ ആരാണ് എന്ന് അല്ലാഹു നോക്കി. فوجد قلوب اصحابه خير قلوب العباد. ആ സന്ദർഭത്തിൽ അല്ലാഹു കണ്ടത്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാകാൻ യോഗ്യതയുള്ള ഉത്കൃഷ്ടരായ ആളുകൾ അത് ആ സ്വഹാബത്ത് തന്നെയാണ് എന്ന് അല്ലാഹു അറിഞ്ഞു. ഫജഅലഹും വുസറാഅ നബിഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായികളായി, പ്രവാചകന്റെ അനുചരന്മാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബത്തിനെ നിശ്ചയിച്ചു. യുഖാതിലൂന അലാ ദീനിഹി. ആ പ്രവാചകൻ പഠിപ്പിച്ച ദീനിന്റെ മാർഗത്തിൽ അവർ എല്ലാം ത്യജിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ, ജീവൻ വരെയും ബലിയർപ്പിക്കുവാൻ തയ്യാറായ ആദർശശാലികളാണ് അവർ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൽ വളർന്ന സ്വഹാബത്ത്, ആ പ്രവാചകന്റെ ഒപ്പം വസിക്കുവാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബത്ത്, വഹീന് സാക്ഷികളായ ആ മഹാന്മാരായ സ്വഹാബികൾ പ്രവാചകന്റെ ശിഷ്യത്വം ലഭിച്ചു എന്ന ഒരൊറ്റ ഗുണം മാത്രം മതി മറ്റാരേക്കാളും അവർ ഉത്കൃഷ്ടരാണ് എന്ന് മനസ്സിലാക്കാൻ. അവരുടെ ആശയങ്ങൾ, അവർ മനസ്സിലാക്കുന്ന സംഗതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുന്ന ആശയങ്ങളും ആദർശങ്ങളുമാണ്. വേറെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെയും ഗുരുനാഥന്മാരുടെയും മുന്നിൽ നിന്ന് മനസ്സിലാക്കുന്ന ആശയം പോലെയല്ല അത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ അവരെ പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുടെ മഹിതമായ മാതൃക പിൻപറ്റുവാൻ പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ വൽ അൻസ്വാർ. മുഹാജിറുകളിലും അൻസ്വാറുകളിലും പെട്ട മുൻഗാമികളായ നന്മകളിലേക്ക് മുൻകടന്നു വന്ന ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ. നന്മയിൽ അവരെ പിൻപറ്റുകയും ചെയ്ത ആളുകൾ, റളിയല്ലാഹു അൻഹും. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സ്വഹാബികളും അവരെ നന്മയിൽ അവർ കൊണ്ടുവന്ന ആദർശത്തിൽ പിൻപറ്റുകയും ചെയ്ത സച്ചരിതരായ ആളുകളും അവരെ സംബന്ധിച്ച് അല്ലാഹു എന്തു പറഞ്ഞു? അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു.
അവരാകട്ടെ അല്ലാഹുവിനെ സംബന്ധിച്ചും സംതൃപ്തരാണ്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ പുഴകൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു സജ്ജമാക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദാ, അവരതിൽ നിത്യവാസികളായിരിക്കും. സ്വഹാബികൾ സ്വർഗസ്ഥരായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ 8-ാം അധ്യായം സൂറത്ത് അൻഫാലിലെ 72-ാമത്തെ ആയത്തിലും 74-ാമത്തെ വചനത്തിലും 75-ാമത്തെ സൂക്തത്തിലുമെല്ലാം അവരുടെ മഹത്വങ്ങൾ പറയുന്നതായി കാണുവാൻ സാധിക്കും. 59-ാം അധ്യായം സൂറത്ത് ഹശറിലെ 8-9 വചനങ്ങൾ, തൗബയിലെ തന്നെ 88-89 ആയത്തുകൾ, സൂറത്തുൻ നിസായിലെ 100-ാമത്തെ വചനം, ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ അല്ലാഹു അവരെ പ്രശംസിച്ചു പറയുന്നു. ഇമാം ആജുരിയുടെ അശ്ശരിയ എന്നൊരു ഗ്രന്ഥമുണ്ട് ഇസ്ലാമിക ലോകത്ത്. ആ ഗ്രന്ഥത്തിൽ പ്രത്യേകമായൊരു ഭാഗം ഇമാം ആജുരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, സ്വഹാബത്തിന്റെ പ്രസക്തിയും സ്വഹാബത്തിന്റെ മഹത്വങ്ങളും വിശദീകരിച്ചുകൊണ്ട്. അതേപോലെ തന്നെ സുന്നത്ത് ക്രോഡീകരിച്ചിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഏത് പരിശോധിക്കുമ്പോഴും അവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും ഫളായിലു സ്വഹാബ, സ്വഹാബത്തിന്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്ന ധാരാളം ഹദീസുകളും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ തലമുറ ഞാൻ വസിക്കുന്ന എന്നോടൊപ്പം ജീവിച്ച ഈ ഉത്തമ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനോടടുത്ത തലമുറ, പിന്നെ അതിനോടടുത്ത തലമുറ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അതേപോലെ അല്ലാഹു പറഞ്ഞ ഒരായത്താണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ തന്നെ 115-ാമത്തെ ആയത്ത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ. വമൻ യുശാഖിഖിർ റസൂല, ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിന് എതിരായി സഞ്ചരിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ഇന്നതാണ്, സുന്നത്തിന്റെ പാത ഇന്നതാണ് എന്ന് വ്യക്തമായതിനു ശേഷം ആ സുന്നത്ത് കൈയൊഴിച്ചുകൊണ്ട് പുതിയൊരു മാർഗം ആരെങ്കിലും സ്വീകരിച്ചാൽ, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിൽ ഒന്നാമതായി കടന്നു വരിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകനോടൊപ്പം വസിച്ച പ്രവാചകനിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ സ്വഹാബത്തുമായിരിക്കുമെന്ന വിഷയത്തിൽ ഒരു വിശ്വാസിക്കും ലവലേശം പോലും സംശയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആ വിശ്വാസികളുടെ മാർഗവും പിൻപറ്റാതെ ആരെങ്കിലും പോയാൽ നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞു പോകുന്ന വഴികേടിന്റെ വഴികളിലേക്ക് നാം അവരെ തള്ളിക്കളയും. വനുസ്ലിഹി ജഹന്നം, അവസാനം കത്തിയാളുന്ന നരകത്തിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. വസാഅത്ത് മസീറ, അത് എത്ര മോശമായ മടക്കസ്ഥാനം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് സ്വഹാബത്തിന്റെ മാർഗം പിൻപറ്റണം എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് അവർ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം താമസിക്കുവാൻ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് അവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുമ്പോൾ ആ വഹിയുടെ പശ്ചാത്തലവും സാഹചര്യവും മനസ്സിലാക്കാൻ, ആ വഹിന് സാക്ഷികളാകാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണവർ. പ്രവാചകന്റെ ശിഷ്യന്മാരാണവർ. ആയത്തുകളുടെയും ഹദീസുകളുടെയും പശ്ചാത്തലവും ആശയവും മറ്റാരേക്കാളും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഭാഗ്യം ലഭിച്ച ആളുകളാണവർ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയ ഇസ്ലാമിക ലോകത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ, പണ്ഡിതന്മാർ, അവർ ഹദീസ് സ്വീകരിക്കുമ്പോൾ ആളുകളുടെ മാനദണ്ഡങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ ആരാണ് എന്നവർ കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാരെയും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും വിവച്ഛേദിച്ചിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ട്. 10-12 വിഭാഗങ്ങളായി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ വേർതിരിച്ച ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, ഇമാം ദഹബിയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിൽ ഏറ്റവും പ്രഥമമായ സ്ഥാനം നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതെങ്കിലും ആളുകളുടെ പേരറിഞ്ഞിട്ടില്ലെങ്കിൽ, പേരറിയാത്ത ആളാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കുകയില്ല. ഊരും പേരറിയാത്ത ആ ആള് കൊള്ളാവുന്നവനാണോ, ഉൾക്കൊള്ളാൻ പാടുള്ളവനാണോ, തള്ളേണ്ട വ്യക്തിയാണോ എന്നറിയാൻ സാധിക്കാതെ
മജ്ഹൂലുൽ ഹാൽ, അജ്ഞാതനായ വ്യക്തി, മജ്ഹൂലുൽ ഐൻ. അതേപോലെ തന്നെ പേരുകൾ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ അവരുടെ റിവായത്തുകൾ മാറ്റിവെക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ച സ്വഹാബിയാണ് എന്നറിയാം. ആ വ്യക്തിയുടെ പേരറിയില്ല, അദ്ദേഹം ഏത് നാട്ടുകാരനാണ് എന്നറിഞ്ഞില്ല. എങ്കിൽ പോലും ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറയുന്നു, സ്വഹാബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹും കുല്ലുഹും ഉദൂൽ, അവരെല്ലാവരും സത്യസന്ധന്മാരും ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകളുമാണ്. കാരണം മറ്റാരുടെയും പ്രശംസകൾക്ക് ആവശ്യമില്ലാത്ത വിധം അള്ളാഹു പ്രശംസിച്ചു പറഞ്ഞ ആളുകളാണ് അവർ. സ്വഹാബത്തിന്റെ രീതി അതാണ്. അതുകൊണ്ടാണ് മുജാഹിദുകൾ, സലഫികൾ പറയുന്നത്, ആയത്തുകൾക്ക് വിശദീകരണങ്ങൾ പറയുമ്പോൾ, ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളേണ്ട രൂപം സ്വന്തമായ യുക്തിയും താല്പര്യങ്ങളുമല്ല. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊള്ളട്ടെ. സ്വഹീഹുൽ ബുഖാരിക്ക് പരിഭാഷ എഴുതി, വിശദീകരണം എഴുതി പ്രസിദ്ധീകരിച്ച കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണല്ലോ എ അബ്ദുസ്സലാം സുല്ലമി. എന്റെ ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം. എടവണ്ണയിൽ താമസിക്കുന്ന എ അബ്ദുസ്സലാം സുല്ലമി. അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിൽ തന്നെ ഒരു ചെറിയ ഉദാഹരണം ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ജൂതൻ വന്നുകൊണ്ട് ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളെ സംബന്ധിച്ചു പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെയും ഭൂമിയെയും എല്ലാം അല്ലാഹുവിന്റെ കയ്യിലാക്കിക്കൊണ്ട് അല്ലാഹു ചോദിക്കും, അനൽ മലിക് അനൽ ജബ്ബാർ വൈനൽ മുതകബ്ബിറൂൻ, ഞാനാണ് രാജാധിരാജൻ, ഞാനാണ് മലിക്കുൽ ജബ്ബാറായ അല്ലാഹു, ആരുണ്ട് ഇവിടെ അഹങ്കരിക്കുവാനും മറുത്തു പറയാനും എന്ന രീതിയിൽ ആ ജൂതൻ സംസാരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു എന്നാണ് ഹദീസിലുള്ളത്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സലാം സുല്ലമി ആ ഹദീസിന്റെ വിശദീകരണത്തിൽ അടിക്കുറിപ്പ് എഴുതിക്കൊണ്ട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പരിഹസിച്ചു ചിരിച്ചു എന്ന്. എന്നാൽ ആ ഹദീസ് ഉദ്ധരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വേറൊരു റിവായത്തിൽ സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ വിശദീകരിച്ചു പറയുന്നുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂതൻ പറഞ്ഞ വാക്കുകളെ സത്യപ്പെടുത്തിക്കൊണ്ട് ചിരിച്ചു എന്ന്. ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഇടവണ്ണക്കാരനായ ഒരു സുല്ലമി പറഞ്ഞ വാക്ക് സ്വീകരിക്കണോ? അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി ആ പശ്ചാത്തലവും സാഹചര്യവും ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ ആ വാചകം നമ്മൾ സ്വീകരിക്കണോ? അഥവാ ജൂതന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിച്ച് ചിരിച്ചു എന്ന് മനസ്സിലാക്കണോ? അതല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കുകൾ സത്യപ്പെടുത്തി ചിരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണോ? നീതിബോധമുള്ള സത്യസന്ധരായ ആരും പറയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരാണ് ആ വാക്കുകൾ വിശദീകരിക്കാൻ ഏറ്റവും അർഹതയുള്ള ആളുകൾ. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഖിയാമത്ത് നാളിൽ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ആ സംഭവങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കളിയാക്കി ചിരിച്ചതല്ല, ആക്ഷേപിച്ചു പറഞ്ഞതല്ല. അതേപോലെ തന്നെ സലാം സുല്ലമി സ്വഹീഹുൽ ബുഖാരിയിൽ വേറൊരു സംഗതി കൂടി ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്ചാതുരിയെ സംബന്ധിച്ച്, ആ പ്രവാചകന്റെ സംസാരത്തെ സംബന്ധിച്ച്, അല്ലാഹു നൽകിയ അനുഗ്രഹീതമായ ഒരു വീണസ്വരമാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ വാചകത്തിൽ നിന്ന് സലാം സുല്ലമി വിശദീകരിച്ച് എഴുതുന്നു, എന്ത്? സംഗീതം അനിസ്ലാമികമല്ല, സംഗീതത്തിന്റെ ഒന്നും നിഷിദ്ധമാക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രവാചകനെ സംബന്ധിച്ച് പ്രശംസിച്ചു പറഞ്ഞത് വാദ്യോപകരണത്തോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് എന്ന്. എന്നാൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള വാദ്യോപകരണങ്ങളെയും സംഗീത ഉപകരണങ്ങളെയും വിലക്കുകയും വിരോധിക്കുകയും ചെയ്തുകൊണ്ടുള്ളത് ഏത് ആശയം നമ്മൾ സ്വീകരിക്കണം? സ്വഹാബികൾ പറഞ്ഞു തന്ന ആശയം സ്വീകരിക്കണോ?
അതല്ല നമുക്ക് തോന്നുന്ന, നമുക്ക് ബുദ്ധിപരമായി നല്ലതായി തോന്നുന്ന, ആധുനിക കാലഘട്ടത്തിൽ സ്വീകാര്യത ലഭിക്കുമെന്ന് നമുക്ക് തോന്നിയ ആശയം അതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇങ്ങനെ 100 കാര്യങ്ങൾ. അതേ സലാം സുല്ലമി തന്നെ പരിശുദ്ധ ഖുർആൻ ഈണത്തിലും ഭംഗിയിലും സ്വരമാധുരിയോടും കൂടി പാരായണം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ തജ്വീദ് അത് പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന വിരോധാഭാസവും നമുക്ക് കാണുവാൻ സാധിക്കും. അത് കേവലം സലാം സുല്ലമിയെയോ മടവൂർ വിഭാഗത്തെയോ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി സംസാരിക്കുവാൻ വേണ്ടി ഉദ്ധരിച്ചതല്ല. കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും വേണ്ടി വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആളുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് പേരും പറഞ്ഞു എന്ന് മാത്രം. അതല്ലാതെ വ്യക്തിപരമായി ഈ പറയപ്പെട്ട ആരോടും ഒരു വിദ്വേഷവും എതിർപ്പുമില്ല എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ മാതൃക സ്വീകരിക്കണമെന്ന് പറയാനുള്ള കാരണം ഒരു ഹദീസ് കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാതൃക സ്വീകരിക്കുവാനാണ് നമ്മളോട് പറഞ്ഞത്. കാലാകാലങ്ങളിൽ ഇസ്ലാമികമായ സമൂഹങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഭാഗീയതകളും ഉണ്ടാകും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തറഖത്തിൽ യഹൂദ്, ജൂതന്മാർ വിഭാഗീയതകളായി വേർതിരിഞ്ഞ് കക്ഷികളായി വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. 71 വിഭാഗങ്ങളായി ജൂതന്മാർ വേർപിരിഞ്ഞുവെങ്കിൽ 72 കക്ഷികളായി ക്രിസ്ത്യാനികൾ വേർപിരിഞ്ഞുവെങ്കിൽ എന്റെ ഉമ്മത്ത് ഭിന്നിക്കുകയില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർ 73 കക്ഷികളായി വേർതിരിയും. ആ വിഭാഗങ്ങളെക്കാൾ മുൻഗാമികളായ പൂർവിക തലമുറകളെക്കാൾ, പൂർവിക സമൂഹങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ എന്റെ ഉമ്മത്ത് ഭിന്നിക്കുമെന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നിരാശാകരമായ സങ്കടകരമായ ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പോയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ. ആ 73-ൽ 72 ലലാലത്തിലാണ്, നരകത്തിന്റെ പാതയിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ഒന്നൊഴികെ. ഏതാണ് ആ മാർഗം? ഏതാണ് ആ വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു മാതൃകയിലാണോ മുന്നേറിയത്, ആ മാർഗം പിൻപറ്റുന്ന ആളുകൾ അവരാണ് സത്യത്തിന്റെ വക്താക്കൾ, അവരാണ് നന്മയുടെ പാതയിലുള്ളവർ, അവരാണ് സ്വർഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ. ആ മാർഗത്തിലൂടെ മുന്നേറുവാനാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ മാർഗം അനുധാവനം ചെയ്യണം. ഇസ്ലാമികമായ ആശയങ്ങളും ആദർശങ്ങളും പ്രമാണങ്ങളും മനസ്സിലാക്കണമെങ്കിൽ എന്ന് മാത്രമേ നമ്മളും പറയുന്നുള്ളൂ. അതല്ലാതെ ഒരു 5ാം മദ്ഹബ് ഇറക്കുമതി ചെയ്യുന്നില്ല. ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു പുത്തനാശയമല്ല. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആളുകൾ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ കോട്ടിമാട്ടി വിശദീകരിക്കുമ്പോൾ അതിലെ കള്ളനാണയങ്ങളെ കയ്യോടെ പിടികൂടുവാനും ശരിയായ സത്യമേത് എന്ന് മനസ്സിലാക്കുവാനുമുള്ള കുറ്റമറ്റ ഒരേ ഒരു മാർഗം അത് മൻഹജു സലഫ്, സലഫുകളുടെ മാതൃക, അത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊരിക്കലും ഒരാക്ഷേപമല്ല, ഒരു പരിഹാസമല്ല, ഒരാളെയും കളിയാക്കേണ്ട കാര്യമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, വലാ ഐബ അലാ മൻ അൽഹറ മദ്ഹബ സലഫ് വൻതസബ ഇലൈഹി വഅതസാ ഇലൈഹി. സലഫുകളുടെ മാർഗം ഇന്നതാണ്, അവരുടെ അഭിപ്രായം ഈ വിഷയത്തിൽ ഇന്നതാണ്, അതാണ് എന്റെയും അഭിപ്രായം എന്ന് ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ വലാ ഐബ, അതൊരു ഷെയ്മല്ല, ഒരു മോശപ്പെട്ട സംഗതിയല്ല, ഒരു കുറവായ കാര്യമല്ല. ബൽ യജിബു ഖബൂലു ദാലിക മിൻഹു. എന്നാൽ അങ്ങനെ ആരെങ്കിലും വിശദീകരിക്കുന്നുവെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പാത, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ മാർഗം ഇന്നതാണ് എന്ന് വിശദീകരിച്ച് സലഫുകൾ സഞ്ചരിച്ച പാത ആരെങ്കിലും വ്യക്തമാക്കുന്നുണ്ടോ എങ്കിൽ ബൽ യജിബു ഖബൂലു ദാലിക മിൻഹു, അയാളിൽ നിന്ന് അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ബിൽ ഇത്തിഫാഖ്, അഭിപ്രായ വ്യത്യാസം തന്നെ. ഫഇന്ന മദ്ഹബ സലഫി ലാ യകൂനു ഇല്ലാ ഹഖ. കാരണം സലഫു സാലിഹീങ്ങളുടെ അഭിപ്രായം, അവർ സഞ്ചരിച്ച ആ മാർഗം, അല്ലാഹു പ്രശംസിച്ച ആ വിഭാഗം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ആ ഉത്തമ സമൂഹം, അവർ പഠിപ്പിക്കുന്ന ആശയങ്ങൾ ലാ യകൂനു ഇല്ലാ ഹഖ, അതൊരിക്കലും ഹക്കല്ലാതെയാവുകയില്ല, അതായിരിക്കും സത്യം. അത് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ നമ്മൾ ശ്രമിക്കുക. ഒരാശയക്കുഴപ്പം കൂടി തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം വിശദീകരിക്കുമ്പോ ഇതിനോട് വ്യക്തിപരമായി താല്പര്യമില്ലാത്ത ആളുകൾ, ഇത് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ
കുറെ വസ്വാസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇത്രയും നമ്മൾ പറഞ്ഞത് ഫഹ്മുസ് സ്വഹാബ അല്ലെങ്കിൽ മൻഹജുസ് സലഫ്, സ്വഹാബികൾ പൊതുവായി മനസ്സിലാക്കിയ ഒരു ആശയം, അതാണ് കുറ്റമറ്റത്, അതാണ് സ്വീകരിക്കേണ്ടത്. അവരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത്, അവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൽ വളർന്നത്, അതിനാണ് മഹത്വമുള്ളത് എന്നെല്ലാം പറയുമ്പോൾ ഫഹ്മുസ് സ്വഹാബി അല്ലെങ്കിൽ ഖൗലുസ് സ്വഹാബി, ഏതെങ്കിലും സ്വഹാബികൾ ഒറ്റപ്പെട്ട് പറഞ്ഞ അഭിപ്രായം എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ശബാബിൽ ധാരാളമായി സലാം സുല്ലമിയും കൂട്ടരും എഴുതി വിട്ടതുപോലെ മറ്റു പല ആളുകളും പ്രചരിപ്പിക്കാറുള്ളത് പോലെ, ഇങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾ അത് സ്വീകരിക്കോ, ഈ വിഷയത്തിൽ ഇന്ന സ്വഹാബി പറഞ്ഞ വാക്ക് നിങ്ങൾ സ്വീകരിക്കുവോ എന്ന് ചോദിച്ചുകൊണ്ട് മൻഹജുസ് സലഫിനെ അവഹേളിക്കുവാനും പൂർവികരായ സച്ചരിതരായ ഇമാമിയങ്ങളെയും പണ്ഡിതന്മാരെയും പുച്ഛിക്കുവാനും വേണ്ടി പലതും ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഫഹ്മുസ് സ്വഹാബ അഥവാ ഖൗലുസ് സ്വഹാബ, സ്വഹാബികൾ മൊത്തത്തിൽ മനസ്സിലാക്കിയ ആശയം, മറ്റത് ഏതെങ്കിലും ഒരു സ്വഹാബി ഒറ്റക്ക് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, ഇങ്ങനെയുള്ള രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കാതെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് വളരെ ചുരുങ്ങിയ ചില സമയത്തിലൂടെ. നസ്സിന്റെ അഭാവത്തിലാണ് ഖൗലുസ് സ്വഹാബി പരിഗണിക്കുക. രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഖുർആനിലോ ഹദീസിലോ വ്യക്തമായ പ്രമാണങ്ങളില്ലാതെ, നിർദ്ദേശങ്ങളില്ലാതെ വരുമ്പോൾ മാത്രമാണ് സ്വഹാബികൾ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞു, ഇന്ന സ്വഹാബി ഇങ്ങനെ ഒരു ഫത്വ കൊടുത്തിട്ടുണ്ട്, ഇന്ന സ്വഹാബി ആ വിഷയത്തിൽ ഇന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന സ്വഹാബികളുടെ ഓരോ വാക്കുകൾ നമ്മൾ പരിഗണിക്കുക നസ്സിന്റെ, ഖുർആനിന്റെയും ഹദീസിന്റെയും വാചകങ്ങളുടെ അഭാവത്തിലാണ്. ഖുർആനും ഹദീസും പ്രമാണമായി ഉദ്ധരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളിൽ മാത്രമാണ് സ്വഹാബികളുടെ വാക്കുകൾ നമ്മൾ പരിഗണിക്കുകയുള്ളൂ. എന്നാൽ ഖുർആനും ഹദീസും മനസ്സിലാക്കുന്ന വിഷയത്തിലാണ് ഫഹ്മുസ് സ്വഹാബ, സ്വഹാബികളുടെ പൊതുവായ ആശയവും പൊതുവായ നിലപാടും നമ്മൾ സ്വീകരിക്കുക. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും, മൂന്നാളുകൾ കൂടിയുള്ള ഒരു രഹസ്യ സംഭാഷണം ഉണ്ടെങ്കിൽ നാലാമതായി അല്ലാഹു ഉണ്ട്. ഈ ആയത്ത് വായിക്കുമ്പോൾ പലർക്കും പല ആശയങ്ങൾ തോന്നാം. ചില ആളുകൾ പറയും നാലാമതായി അള്ളാഹു അവിടെയുണ്ട്, അള്ളാഹു ആ സദസ്സിൽ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് വിശദീകരിക്കുന്ന ആളുകൾ ഇസ്ലാമിക സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ സലഫുകൾ, ഈ മാർഗം പിൻപറ്റിയ ആളുകൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ പറഞ്ഞു, ഒരിക്കലും അള്ളാഹു ആ സദസ്സിലുണ്ട് എന്ന് പറയുവാൻ പാടില്ല. മറിച്ച് അള്ളാഹു ആ സദസ്സിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അള്ളാഹു ആ സദസ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ആ സദസ്സിലുള്ള സംസാരങ്ങൾ അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹു അവരെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട്? സ്വഹാബികൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, സ്വഹാബികൾ വിശദീകരിച്ചത് അങ്ങനെയാണ്. ഒരിക്കലും അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന്, സർവ്വവ്യാപിയാണ് ദൈവമെന്ന ഒരു വിശ്വാസവും ആദർശവും സലഫുകൾ വിശദീകരിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കി തന്നിട്ടില്ല. അതുകൊണ്ട് ആയത്തുകളും ഹദീസുകളും മനസ്സിലാക്കുന്ന വിഷയത്തിലാണ് സ്വഹാബത്തിന്റെ ഫഹ്മ്. അവർ മനസ്സിലാക്കിയത് അങ്ങനെ, അവർ ഏതാശയം സ്വീകരിച്ചവരാണ് എന്ന് നമ്മൾ സ്വീകരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഖൗലുസ് സ്വഹാബി, ഒരു സ്വഹാബിയുടെ അഭിപ്രായം, ഒരു സ്വഹാബിയുടെ വാക്ക്, അത് നമ്മൾ സ്വീകരിക്കുന്നതോ ആയത്തും ഹദീസും ഇല്ലാത്ത വിഷയത്തിൽ ഖുർആനിൽ വ്യക്തമായ പരാമർശമില്ല, ഹദീസിൽ വ്യക്തമായ പരാമർശമില്ല. മറിച്ച് സ്വഹാബികളിൽ ഇന്ന ആളുകളൊക്കെ ഇന്ന രൂപത്തിൽ ഫത്വ കൊടുത്തിട്ടുണ്ട്, വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വഹാബികളുടെ വാക്ക് പരിശോധിക്കുക. അത് നമ്മൾ മുഖവിലക്കെടുക്കുക പ്രമാണങ്ങളിൽ വ്യക്തമായ രേഖകളില്ലാത്തപ്പോഴാണ്. അതേപോലെ തന്നെ നസ്സിന് എതിരായി ഖൗലുസ് സ്വഹാബി നമ്മൾ പരിഗണിക്കേണ്ടതേയില്ല. ഖുർആനിൽ വ്യക്തമായ ആയത്ത്, ഹദീസിൽ വ്യക്തമായ ഒരു പരാമർശം, അതിന് വിരുദ്ധമായൊരു സ്വഹാബി പറഞ്ഞാൽ ആ സ്വഹാബിക്ക് ആ ഹദീസ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ ആ ഹദീസിന് വിരുദ്ധമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രമാണത്തിന് വിരുദ്ധമായി ഒരു സ്വഹാബിയുടെ വാക്ക് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. തെറ്റായ വിവക്ഷ നൽകാതിരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മനസ്സിലാക്കുവാനുമാണ് ഫഹ്മുസ് സ്വഹാബ ഉൾക്കൊള്ളുന്നത്. അതേപോലെ തന്നെ ഖൗലുസ് സ്വഹാബി എന്നത് ഒന്നോ അതിലധികമോ സ്വഹാബികളുടെ അഭിപ്രായങ്ങളായിരിക്കും. സ്വഹാബികൾക്ക് സ്വന്തമായ ഇജ്തിഹാദിലൂടെ, സ്വന്തമായ ചിന്തയിലൂടെ, സ്വന്തമായ പഠനത്തിലൂടെ
അവർ പറഞ്ഞ അഭിപ്രായങ്ങളായിരിക്കും ഖൗലു സ്വഹാബി, സ്വഹാബത്തിന്റെ വാക്ക്, സ്വഹാബിയുടെ വാക്ക്, സ്വഹാബിയുടെ ഫത്വ എന്ന രീതിയിൽ വരുന്നത്. എന്നാൽ ഫഹ്മു സ്വഹാബ എന്ന് പറഞ്ഞാലോ വലിയൊരു വിഭാഗം സ്വഹാബത്തിന്റെ പൊതുവായൊരു ധാരണയായിരിക്കും. ഒരു സ്വഹാബി ചിലപ്പോൾ തെറ്റായ അഭിപ്രായം വെച്ചു പുലർത്താൻ സാധ്യതയുണ്ട്. കൃത്യമായ പ്രമാണം അറിയാത്തത് കൊണ്ട്, കൃത്യമായ ആ ഇൽമ്, ആ വിഷയത്തിലുള്ള അറിവ് അദ്ദേഹത്തിന് കിട്ടാത്തത് കൊണ്ട് തെറ്റായ അഭിപ്രായം ഒറ്റപ്പെട്ട സ്വഹാബികൾക്കുണ്ടാകാം. എന്നാൽ സ്വഹാബത്തിന് പൊതുവെ ഉണ്ടാകുന്ന ഒരു അഭിപ്രായം അത് തെറ്റായ ധാരണയാണെങ്കിൽ ആ തെറ്റിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു അനുവദിക്കുകയില്ല. അള്ളാഹു ഇടപെട്ടുകൊണ്ട് തിരുത്തും. അതുകൊണ്ടാണ് ഇമാമിയങ്ങൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അവർ പഠിപ്പിച്ച കാര്യം അതറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം, അത് പിൻപറ്റുകയും ചെയ്യണം. അതല്ലാതെ ഒരിക്കലും വ്യക്തിപരമായ താല്പര്യങ്ങളും വിശദീകരണങ്ങളും നൽകുവാൻ, ദീനിയായ കാര്യങ്ങളിൽ പ്രമാണങ്ങളുടെ വിഷയത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൂടി ഞാൻ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മജ്മൂ ഫതാവയിൽ 13-ാം വാള്യം 243-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, മൻ ഫസ്സറൽ ഖുർആന അവിൽ ഹദീസ്, ആയത്തുകളെയോ ഹദീസുകളെയോ ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ, വിശദീകരിച്ചാൽ, വതഅവ്വലഹു അലാ ഗൈരി തഫ്സീരിൽ മഅറൂഫ് അനി സ്വഹാബത്തി വത്താബിഈൻ, സലഫുകളായ സ്വഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും അറിയപ്പെട്ട വ്യാഖ്യാനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും വിരുദ്ധമായി ആരെങ്കിലും ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിച്ചാൽ ഫഹുവ മുഫ്തരിൻ അലല്ലാഹ്, അയാൾ അല്ലാഹുവിന്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്ന ആളാണ്. മുൽഹിദുൻ ഫീ ആയാത്തില്ലാഹ് മുഹർരിഫുൻ ലിൽ കലിമി അൻ മവാദിഇ, അല്ലാഹുവിന്റെ വചനങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുന്ന നിഷേധിയാണ് അയാൾ. അല്ലാഹുവിന്റെ വചനങ്ങളെ, അല്ലാഹുവിന്റെ വാക്കുകളെ ദുർവ്യാഖ്യാനിക്കുകയും അതിനെ കോട്ടിമാട്ടുകയും ചെയ്യുന്ന ആളുകളാണ്. അതേപോലെ തന്നെ നിരീശ്വരവാദികളുടെയും നിർമ്മതവാദികളുടെയും സർവ്വ വ്യതിയാന വിഭാഗങ്ങളുടെയും വാതിലുകൾ തുറക്കുന്ന ഏർപ്പാടാണത്. അങ്ങനെ പൂർവികരായ സച്ചരിതരായ, അള്ളാഹു അനുഗ്രഹിച്ച, അള്ളാഹു പ്രശംസിച്ച പ്രവാചകന്റെ ശിക്ഷണത്തിൽ വളർന്ന ആ ആളുകൾക്ക് അബദ്ധം പറ്റുകയും പിൽക്കാലക്കാർക്ക് ശരി സംഭവിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനോളം വിഡ്ഢിത്തം വേറെന്താണുള്ളത്? മഅലൂമുൽ ബുത്ലാൻ, നിരർത്ഥകമാണ് ആ വാദം എന്നറിയപ്പെട്ട സംഗതിയാണ്. അതേപോലെ അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പഠിപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ആദർശം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഏത് വിഷയത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ റുഖ്യ ശർഇയ്യ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഗതിയാണോ? ജിന്ന് ശരീരത്തിൽ കൂടിയിട്ടുണ്ട് എന്ന വിഷയം പ്രവാചകന് മാത്രം വഹിയിലൂടെ അറിയാൻ പറ്റുന്ന സംഗതിയാണ് എന്ന് അബ്ദുറഹ്മാൻ സലഫി പറയുമ്പോൾ നമ്മുടെ നേതാവല്ലേ, അംഗീകരിച്ചു കൊടുത്തേക്കാം എന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. മറിച്ച് സ്വഹാബികൾ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ആ രൂപത്തിലാണോ ഉള്ളത്? അല്ല എന്ന് വ്യക്തം. അത് എന്റെ വിഷയമല്ല, ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഏത് വിഷയത്തിലും തർക്കമുണ്ടാകുന്ന ഏത് വിഷയത്തിലും ഇനി കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ വിഷയം മുജാഹിദുകൾക്കിടയിൽ, സലഫികൾക്കിടയിൽ ഉദയം ചെയ്താൽ അപ്പോഴും നമ്മൾ ആലോചിക്കണം, ഖുർആൻ എന്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്ത് പറയുന്നു? രണ്ട് വിഭാഗവും ആയത്തുകളും ഹദീസുകളും തന്നെ ഉദ്ധരിക്കുന്നുവെങ്കിൽ ആ ആയത്തുകളുടെയും ഹദീസുകളുടെയും വിശദീകരണത്തിൽ സലഫുകളുടെ, സ്വഹാബത്തിന്റെ, താബിഈങ്ങളുടെ വിശദീകരണങ്ങൾ ആരെയാണ് പിന്തുണക്കുന്നത് എന്നിങ്ങനെ പരിശോധിച്ച് അള്ളാഹു അവതരിപ്പിച്ച ശരിയായ പ്രമാണത്തെ, ശരിയായ ദീനിനെ അതിൽ വളവുകളില്ലാതെ, വക്രതകളില്ലാതെ, കലർപ്പില്ലാതെ മനസ്സിലാക്കാനുള്ള ഈ കുറ്റമറ്റ മാതൃക, കുറ്റമറ്റ മാർഗം നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമേ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ആ സത്യത്തിന്റെ ഒപ്പം മരണം വരെയും ഉറച്ചു നിൽക്കുവാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അർഹമുർ റഹീമീനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും മലിക്കുൽ ജബ്ബാറായ ഗഫൂറും ഗഫാറും തവ്വാബുമായ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ അടുത്ത ദിവസത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ MSM-ന്റെ പ്രവർത്തകൻ, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളും ദുആ ചെയ്യുക. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തെ പോലെ നമ്മുടെ ആദർശ ബന്ധുക്കളായി നമ്മിൽ വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ സഹോദരന്റെ കുടുംബക്കാർക്ക് അള്ളാഹു സഹനശേഷിയും അതേപോലെ അതിനേക്കാൾ ഉത്തമമായ ഖൈറുകൾ പകരം നൽകുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.